എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ RR വേഴ്സസ് DC പോരാട്ടത്തിൽ ഏറെ വിവാദമായൊരു വിക്കറ്റ് തന്നെയായിരുന്നു സഞ്ജു സാംസണിൻ്റേത്. നമുക്കറിയാം, ഡൽഹി ഉയർത്തിയ 221 കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒറ്റയാൾ പോരാളി തന്നെയായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. 15-ാം ഓവറിൽ ബൗണ്ടറി ലൈനിൽ അരികെ വെച്ച് ഷായ് ഹോപ്പ് ക്യാച്ച് എടുത്തായിരുന്നു അദ്ദേഹത്തെ പുറത്തായി. നമുക്കറിയാം, ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വിക്കറ്റ് കൂടിയായിരുന്നു സഞ്ജു സാംസണിൻ്റേത്. ക്യാച്ച് എടുക്കാൻ നേരം ഷായ് ഹോപ്പിൻ്റെ കാലുകൾ ബൗണ്ടറി ലൈനിൽ വ്യക്തമായി ടച്ച് ചെയ്യുന്നുണ്ടായിട്ട് പോലും തേർഡ് അമ്പയർ അത് ഔട്ട് വിധിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം അതിനെപ്പറ്റി ഏറെ വിവാദങ്ങൾ തന്നെയായിരുന്നു ആ ഒരു വിക്കറ്റിനെ പറ്റി ഉണ്ടായിട്ടുള്ളത്. മത്സരശേഷം സഞ്ജു സാംസണുമൊപ്പം നമുക്കറിയാം, അവരുടെ പരിശീലകൻ ശ്രീലങ്കൻ ഇതിഹാസ താരമുണ്ട് കുമാർ സംഗക്കാരടക്കമുള്ള പ്രമുഖർ ആ ഒരു വിക്കറ്റിനെ പറ്റി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മത്സരത്തിൽ അതിനേക്കാൾ ഉപരി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് സഞ്ജു സാംസൺ ആ ഒരു വിക്കറ്റിനെ പറ്റി ഫീൽഡ് അമ്പയറോട് തർക്കിച്ച ശേഷം കളിക്കളം വിടാൻ നേരം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഉടമസ്ഥനും സഹ ഉടമയായിട്ടുള്ള പാർത്ത് ജിൻഡാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാലറിയിലിരുന്ന ആ ഒരു രോഷം സഞ്ജു സാംസണ് നേരെ പ്രകടിപ്പിച്ചതും തിരികെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ സഞ്ജു ഫാൻസ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ പൊങ്കാലയിട്ടത് വളരെ രസകരമായൊരു ഫൈറ്റ് തന്നെയായിരുന്നു RR വേഴ്സസ് DC പോരാട്ടത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, 221 കൂറ്റൻ സ്കോർ പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ഒറ്റയാൾ പോരാളി തന്നെയായിരുന്നു ക്യാപ്റ്റൻ. അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും വളരെ മികച്ച ഫോമിൽ തന്നെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി 80-82 റൺസോളം എടുത്തായിരുന്നു അദ്ദേഹം പുറത്തായത്. സോ ഒരുപക്ഷെ അദ്ദേഹം ക്രീസിൽ ആ ഒരു വിക്കറ്റ് നൽകി, അതായത് നമുക്കറിയാം ക്യാച്ച് എടുക്കാൻ നേരം DC താരം ഷായ് ഹോപ്പിൻ്റെ കാലുകൾ ബൗണ്ടറി കുഷനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ തവണ മാത്രമായിരുന്നു തേർഡ് അമ്പയർ അത് റിവ്യൂ ചെയ്ത് നോക്കിയത്. ഒരുപക്ഷെ കൂടുതൽ ആംഗിളുകൾ അത് വെച്ച് അത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഡെഫിനറ്റായിട്ടും നോട്ട് ഔട്ട് ആവുകയും സഞ്ജുവിന് ക്രീസിൽ തുടരാൻ സാധിക്കുകയും ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ മത്സരം വിജയിക്കുകയും ചെയ്തേനെ. അങ്ങനെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു മത്സരത്തിലായിരുന്നു 20 റൺസിൻ്റെ പരാജയം രാജസ്ഥാൻ റോയൽസ് നേടിയത്. മത്സരത്തിൽ ആ ഒരു ഫീൽഡ് അമ്പയറോടൊക്കെ തർക്കിച്ചതിന് RR ക്യാപ്റ്റൻ സഞ്ജുവിന് 30% മത്സരത്തിന് 30% ഫൈനും BCCI ഏർപ്പാട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജുവിൻ്റെ ആ ഒരു വിവാദമായ വിക്കറ്റിനെ പറ്റി സഹീർ ഖാൻ, ഇന്ത്യയുടെ ലെജൻഡറി താരം, ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അമ്പയർസ് റെസ്പോൺസിബിൾ ഫോർ RR ഡിഫീറ്റ് അഗെയിൻസ്റ്റ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. രാജസ്ഥാൻ്റെ തോൽവിക്ക് കാരണം ഡെഫിനറ്റായിട്ടും തേർഡ് അമ്പയറുടെ ആ ഒരു തെറ്റായ തീരുമാനമാണെന്നാണ് സഹീർ ഖാൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ വിവാദങ്ങൾ അലയൊടിച്ച് നിൽക്കുന്ന ഒരു വിക്കറ്റിന് ശേഷം രാജസ്ഥാൻ റോയൽസ് അങ്ങനെ കളി മറന്ന് പോയപ്പോൾ 20 റൺസിനായിരുന്നു DCക്കെതിരെ രാജസ്ഥാൻ റോയൽസിന് സീസണിലെ 3ാം വിജയമൊപ്പം തുടർച്ചയായ 2ാം പരാജയവും ഏറ്റുവാങ്ങിയത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.